എന്താ പൊന്നൂനെ കാണിക്കുന്നതെന്നല്ലേ? പുള്ളിക്കാരിന് ഉറക്കി കിടത്തിയിട്ട് ഞാനൊരു പരിപാടി ചെയ്യാൻ പോകും. ഒന്നും പറയണ്ട, ആമിച്ചൻ്റെ സ്കൂളിലേക്ക് ഒരു അക്ഷരമാല, ഹിന്ദി അക്ഷരമാലയുടെ ഒരു മാലയായിട്ട് ഉണ്ടാക്കി കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ള തത്രപ്പാടില്ല ഞാൻ. അതിനായിട്ട് ആദ്യം ഞാനൊരു തെർമോക്കോളൊക്കെ തപ്പി എടുത്ത് കത്രികയെന്ന് നോക്കിയിട്ട് കത്തി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിച്ചാത്തി വെച്ച് അത് കറുമ്പ് മുറിച്ചെടുത്തു. കത്രികനായിട്ട് പിന്നെ നമ്മുടെ വളയുണ്ടല്ലോ, വളയൊക്കെ വെച്ച് അത് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി അത് ഞാൻ പിച്ചാത്തി കൊണ്ട് മുറിച്ചെടുക്കും. മുറിച്ച് ഒരു 13 അക്ഷരങ്ങളുണ്ട് ഹിന്ദിയിൽ. അങ്ങനെ അതൊരു റൗണ്ട് ഷേപ്പിലാക്കി ഞാൻ എടുത്തേണ്ട ഒരു സർക്കിളൊക്കെ ആയിട്ട് കിട്ടി. അത് പിന്നെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുത്ത് അങ്ങനെ അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് അതിൽ ഒട്ടിക്കാനുള്ള ചാർട്ട് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അതിൽ ഞാനൊരു 13 സർക്കിൾ അങ്ങനെ വരച്ചെടുത്ത്. മെനക്കെട്ട പരിപാടിയാണ്, എങ്കിലും അതൊക്കെ ഇരുന്ന് ചെയ്യണമല്ലോ. ഇപ്പോൾ പിള്ളേർക്കല്ലല്ലോ വർക്ക്, അമ്മമാർക്കാണല്ലോ വർക്ക്. അങ്ങനെ ഞാനതൊക്കെ ചുരുട്ടി മടക്കി പകുതിയൊക്കെ ആയിട്ട് എടുത്ത്. ഇനിയും വേണമെങ്കിൽ ഇതുപോലത്തെ പരിപാടിക്ക് ചാർട്ട് വേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ പകുതി കീറിയെടുത്ത് ബാക്കി പകുതി അതിന് വേണ്ടിയിട്ടെടുത്ത്. എന്ത് ചെയ്യാം, നമ്മുടെ വള വെച്ച് സർക്കിളൊക്കെ വരയ്ക്കുക കേട്ടോ. അങ്ങനെ 13 റൗണ്ടൊക്കെ വരച്ച് അത് മുറിക്കാൻ നോക്കിയപ്പോഴാണ് അതിലും വലിയ രസം. മുറിക്കാനായിട്ട് കത്രികയില്ല. പണ്ടൊക്കെ പിച്ചാത്തി കൊണ്ടൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ രക്ഷയില്ല. പിന്നെ അവസാനം ഞാൻ കടയിൽ പോയി ഒരു ബ്ലേഡ് ഒപ്പിച്ചുകൊണ്ട് വന്നു. എന്തെങ്കിലുമൊക്കെ ഒരു 10 ട്രിപ്പ് കടയിൽ പോകേണ്ടി വരും ഒരു കാര്യം ചെയ്യാൻ നേരത്ത്. റൗണ്ട് വരച്ച് ഞാൻ എൻ്റെ പരുവായി കേട്ടോ, വരയോട് വര. അവസാനം ഞാൻ ബ്ലേഡ് കൊണ്ട് അതൊക്കെ ഒരുവിധം മുറിച്ചെടുത്ത്. ബ്ലേഡ് തന്നെ ശരണം. അല്ലെങ്കിലും ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനവും കാണത്തില്ലല്ലോ. അങ്ങനെ അതും അങ്ങനെ 13 കിട്ടി കേട്ടോ. സർക്കിളിലൊക്കെ ആക്കിയെടുത്ത് പിന്നെ എഴുതാനായിട്ട് സ്കെച്ച് റെഡിയാക്കിയെടുത്ത് അതിലോട്ടിനി അക്ഷരങ്ങൾ എഴുതായി. അങ്ങനെ ആ മുതലുള്ള അക്ഷരങ്ങളൊക്കെ എഴുതി എടുത്ത് അതിൽ തുടങ്ങി അവസാനമായി തന്നെ അവസാനിക്കുന്ന രീതിയിലൊക്കെ എഴുതി. നല്ല കളറൊക്കെ വെച്ച് പല കളറിലൊക്കെ എഴുതണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ മഞ്ഞ ചാർട്ടായതുകൊണ്ട് പല കളറൊന്നും വന്നില്ല, എല്ലാത്തിലും ഗ്രീൻ കളറിൽ തന്നെ എഴുതുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഗ്രീൻ എടുത്ത് പിന്നെ റിബണാണ് എടുത്തത്. പിന്നെ റിബൺ എടുത്ത് ഒട്ടിച്ച്, തെർമോക്കോളായതുകൊണ്ട് ഒട്ടാൻ ഭയങ്കര ഫെവിക്വിക്ക്. ട്യൂഷൻ കഴിഞ്ഞ് ആവശ്യം വന്നതുകൊണ്ട് റിബണിലൊക്കെ ഒട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അറിയാമല്ലോ, കുസൃതിയുടെ അങ്ങനെ അറ്റം. ഇത് കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒത്തിരുന്നത് അതെണ്ണി നോക്കുന്നു, പറഞ്ഞു പഠിക്കുന്നു. അതിനൊപ്പം ഇളയത് നിൽപ്പുണ്ട് കേട്ടോ. പൊന്നൂസും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അവിടേതായ രീതിയിൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഫൈനൽ ഏകദേശം സ്വരാക്ഷരങ്ങളുടെയൊക്കെ രൂപത്തിലൊക്കെ ഞാൻ എഴുതി ഒട്ടിച്ച് ഒരു മാല രൂപത്തിലൊക്കെ ആക്കി എടുത്ത്. എനിക്കിഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.